കാർഷിക വാർത്തകൾ. പശ്ചിമേഷ്യൻ യുദ്ധം തുടരുമ്പോഴും ഇന്ത്യയുടെ കാപ്പി കയറ്റുമതിയിൽ വളർച്ച. ആഗോള വിപണിയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും കയറ്റുമതിയിൽ ശ്രദ്ധേയമായ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. പശ്ചിമേഷ്യ യുദ്ധഭരിതമായിട്ടും കാപ്പി കയറ്റുമതിയിൽ ഇടിവ് ഒഴിവാക്കി ഇന്ത്യ. കോഫി ബോർഡിന്റെ കണക്കുകൾ പ്രകാരം 2026 ജനുവരി 1 തീയതി മുതൽ ഏപ്രിൽ 2 വരെ 1.31 ലക്ഷം ടൺ കാപ്പിയാണ് ഇന്ത്യ കയറ്റുമതി ചെയ്തത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലെ 1.07 ലക്ഷം ടൺ കാപ്പിയുമായി താരതമ്യം ചെയ്യുമ്പോൾ 22% വർധന. കയറ്റുമതിയുടെ മൂല്യമാകട്ടെ 4,998.72 കോടി രൂപയിൽ നിന്ന് 6,009.43 കോടി രൂപയായി ഉയർന്നു. യൂറോപ്യൻ യൂണിയൻ കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാന കാപ്പി വിപണിയാണ് പശ്ചിമേഷ്യ. US, ഇസ്രയേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായിട്ടും കാപ്പി കയറ്റുമതിയിൽ ഇടിവ് പ്രകടമായിട്ടില്ല. എന്നാൽ യുദ്ധം അസംസ്കൃത എണ്ണവില, ചരക്കുകൂലി, വളം ലഭ്യത എന്നിവയെ ബാധിക്കുന്നതിനാൽ ഉൽപ്പാദന മേഖലയെയും വിതരണ ശൃംഖലയെയും പ്രതിസന്ധിയിലാക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പതിവ് പോലെ ഇറ്റലിയിലേക്കാണ് ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ കാപ്പി കയറ്റുമതി ചെയ്തത്. 24,523.301 ടൺ കയറ്റുമതിയാണ് ചെയ്തത്. ജർമ്മനി, റഷ്യ, ബെൽജിയം എന്നീ രാജ്യങ്ങളാണ് തൊട്ടുപിന്നിൽ. പശ്ചിമേഷ്യൻ രാജ്യമായ തുർക്കി 5ാം സ്ഥാനത്തുണ്ട്. ജനുവരി മുതൽ ഏപ്രിൽ 2 വരെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളായ തുർക്കി, UAE, ജോർദാൻ, ലിബിയ, ഈജിപ്റ്റ്, കുവൈറ്റ്, സൗദി എന്നീ രാജ്യങ്ങളിലേക്കുള്ള ആകെ കാപ്പി കയറ്റുമതി 23,918 ടണ്ണാണ്. മുൻവർഷം ഇതേ കാലയളവിൽ ഇത് 22,754 ടണ്ണായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പശ്ചിമേഷ്യ യുദ്ധഭരിതമായിട്ടും കടുത്ത വേനൽ ചൂടിന് പിന്നാലെ പാചകവാതക വിതരണത്തിലുണ്ടായ പ്രതിസന്ധിയും ചേർന്നതോടെ കോഴി കർഷകർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക്. ഒരാഴ്ചക്കിടെ കോഴി വിലയിലുണ്ടായത് വൻ ഇടിവാണ്. പാചകവാതക സിലിണ്ടറുകളുടെ ലഭ്യത കുറഞ്ഞതോടെ മേഖലയിലെ ഭൂരിഭാഗം ഹോട്ടലുകളും അടച്ചുപൂട്ടി. തുറന്നു പ്രവർത്തിക്കുന്നവയാകട്ടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ ചിക്കൻ വിഭവങ്ങൾ കുറഞ്ഞു. ഇതിനു പുറമെ കടുത്ത വേനലിൽ ചൂട് വർദ്ധിച്ചതോടെ ഇറച്ചി ഉപഭോഗം പൊതുവെ കുറയുകയും ചെയ്തു. കൂടാതെ ഉയർന്ന താപനില കാരണം ഫാമുകളിൽ കോഴികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നതും കർഷകർക്ക് ഇരുട്ടടിയായി. മാർച്ച് അവസാന വാരം കിലോയ്ക്ക് 124 രൂപയുണ്ടായിരുന്ന ഫാം റേറ്റ് വെറും ഒരാഴ്ച കൊണ്ട് 90 രൂപയിലേക്ക് താഴ്ന്നു. ചില സ്ഥലങ്ങളിൽ 100 മുതൽ 110 രൂപ വരെയുണ്ട്. കോഴിക്കുഞ്ഞുങ്ങൾക്കും വില കുറഞ്ഞു. ഇപ്പോൾ 13 രൂപയ്ക്കാണ് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നത്. 48 രൂപയ്ക്ക് ലഭിച്ചിരുന്ന കുഞ്ഞുങ്ങളെയാണ് ഇങ്ങനെ വിൽക്കേണ്ടി വരുന്നത്. വിദേശത്തെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തി സ്വയം തൊഴിലായി കോഴി വളർത്തൽ തിരഞ്ഞെടുത്ത പ്രവാസികളാണ് പ്രതിസന്ധിയിൽ ഏറ്റവും അധികം ഉലയുന്നത്. കോഴി വളർത്തലിനെ കൃഷി ഗണത്തിൽ ഉൾപ്പെടുത്താത്തതിനാൽ ബാങ്ക് വായ്പകളിലും ഇൻഷുറൻസ് പരിരക്ഷയിലും അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്ന് കർഷകർ പറയുന്നു. ഫാമുകളിൽ കോഴികൾ കെട്ടിക്കിടക്കുകയാണ്. തീറ്റച്ചെലവ് വർദ്ധിക്കുകയും വില കുറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ഫാമുകൾ പൂട്ടേണ്ടി വരുമെന്ന ആശങ്കയിലാണ് കർഷകർ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.